അർജുന്റെ ബന്ധുക്കൾ ചേരുന്നുണ്ട്. അഭിലാഷ് ജി, എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേഷൻ എന്താണ്? ശരിക്കും ജിതിനകത്തുണ്ടല്ലോ. ജിതിൻ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ നമ്മുടെ കടയിൽ നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ ഏകദേശം ഒരു 1.5 മീറ്ററോളം മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി ബാരിക്കേഡ് വെച്ച് അവിടം വരെയൊക്കെ ഐഡന്റിഫൈ ഈ ലൊക്കേഷനിൽ വരുന്ന ഭാഗങ്ങളാണെന്ന് പറയുന്നു. പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ മിനിസ്റ്റർ റിയാസ് എത്തുന്നുണ്ട്. അതേപോലെ ശശീന്ദ്രൻ മിനിസ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. രാത്രിയാകുമ്പോഴേക്കും ഇവിടെ എത്തും. ഇന്നൊരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്ക് ഇന്നലത്തെ ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇന്നൊന്നും നമുക്ക് ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇന്നലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് നിന്നൊരു സമയമായിരുന്നു. പക്ഷെ അതിനുള്ള റിസൾട്ടൊന്നും നമുക്ക് വന്നില്ല. ഇതിങ്ങനെ നീണ്ടുപോകുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. എന്താണ് നമ്മളുടെ ഒരു സിസ്റ്റം ഇത്രയും വളരെ ഇങ്ങനെ ഒരു ചെറിയ സംഭവം അല്ലെങ്കിൽ ഒരു 10-20 മീറ്റർ താഴ്ചയിലുള്ള സാധനങ്ങൾ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ ഇങ്ങനത്തെ ഒരു വലിയ സിസ്റ്റത്തിന് നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴുക്ക് അത്രയും ശക്തമാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരു കുടുംബത്തിന് അവരുടെ നഷ്ടപ്പെട്ട ആളെ തിരിച്ചെടുക്കുന്നതിനകത്ത് അവർക്ക് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു വിഷയമാണ്. എന്തായാലും ഇന്നൊരു ഉദ്യോഗസ്ഥല ചർച്ചകളൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കട്ടെ. ഇപ്പൊ നിലവിലവിടെ ഈ ഒഴുക്കിനെ മാറ്റിവിടാനുള്ള ഒരു ശ്രമമാണ്, ശാലികീറി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇന്നും. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് മിക്കവാറും ചെയ്യേണ്ടി വരും. കാരണം ഈ ഒഴുക്കിന്റെ വേഗത കുറയുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പം ആഴ്ചകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും കണ്ടു മനസ്സിലായത്. അതുകൊണ്ട് ഈ ഒഴുക്കിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതും എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ കുടുംബത്തെ അങ്ങനെ നിർത്താതിരിക്കാൻ ഉപയോഗിച്ച് പരിശോധിച്ചല്ല, അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അവർ അറിയിച്ചിട്ടുണ്ടോ? അതാണ് ഇപ്പം പറഞ്ഞത്. നിങ്ങളുടെ മീഡിയാസിനെ ഒരു ബാരിക്കേഡ് ചെയ്തുവരെ ഇതിന്റെ ഭാഗമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ മണ്ണെടുക്കൽ ഇപ്പം തൽക്കാലം നിർത്തിവെച്ച് മറ്റ് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അവർക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല നേവിക്കുന്നു. ഇല്ല, നിലവിൽ ഈ ഒഴുക്ക് അവരുടെ ഈ ഇപ്പം പുതിയ ഡൈവേഴ്സൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ നമ്മളിങ്ങനെ ഇതേപോലെ അറിയുന്നതാണ്. കൃത്യമായ വിവരം കിട്ടണമെങ്കിൽ ഇപ്പം നമ്മുടെ മിനിസ്റ്റർ വന്നിട്ട് ഇവിടെ യോഗം ചേരുന്നുണ്ട്. ഒരു ഉച്ചയ്ക്ക് ആ യോഗത്തിൽ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എന്തെങ്കിലും ഉറപ്പ് കിട്ടുമെന്നാണ് നിലവിൽ ജിതിൻ നൽകിയ ഒരു അപ്ഡേഷൻ ഇത്രയാണ്. അത്രയാണ്. ജിതിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം കൂടുതലായിട്ട് നമ്മൾ മീഡിയാസിൽ ഒരുപാട് എക്സ്ട്രാ ലാർജ് ചെയ്ത് കാണിക്കുന്ന അത് അത്രയൊന്നും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. കിട്ടിയ വിവരങ്ങളാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്.